ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും ഒക്കെ പറ്റിയ രീതിയിൽ കോളിഫ്ലവർ കറി വയ്ക്കാൻ പോവുകയാണ്. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ചൂടുവെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത കോളിഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മളൊന്ന് കുഴച്ച് വയ്ക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഈ കോളിഫ്ലവർ നമ്മൾ കോരിയിടുന്നു. 1-2 മിനിറ്റ് അനക്കാതെ വെച്ചതിന് ശേഷം അത് പതുക്കെ ഇളക്കി കൊടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉണക്കമുളക് ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് അതൊന്ന് അരച്ചെടുക്കണം. മറ്റൊരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി അതിലേക്ക് ചേർക്കുക. ഗ്രേവിക്ക് വേണ്ട ഉപ്പ് കൂടി ഇട്ടിട്ട് അത് നന്നായി ഇളക്കുക. ഇനി അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടി അതിലേക്ക് ചേർക്കുക. അത് ഇളക്കി കൊടുത്ത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. അത് ഇളക്കിയതിന് ശേഷം തക്കാളി ഒന്ന് വേവാനായി വയ്ക്കുക. തക്കാളി അരച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഗ്രേവി ആയിരിക്കും കിട്ടുക. കഷ്ണങ്ങൾ വേകാൻ പ്രയാസമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളി നന്നായി വെന്ത് കഴിഞ്ഞാലേ ഗ്രേവി നന്നായി കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1-2 മിനിറ്റ് അത് അടച്ച് വെച്ച് ആ ആവിയിൽ തന്നെ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് ആ ഗ്രേവിയൊക്കെ അതിലേക്ക് നന്നായി പിടിച്ചിരിക്കും. അവസാനം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി തൂകി നമുക്കിത് ഉപയോഗിക്കാം.